ഇന്ന് ഈ മേളയ്ക്ക് പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി തിരിതെളിക്കുമ്പോൾ ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ 27-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ പോരാട്ടങ്ങളുടെ ഭൂമികയായിട്ടുള്ള കയ്യൂരിൽ നിന്ന് നമ്മൾ വിളംബര ജാഥ ആരംഭിച്ച് അത് കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ കടന്നു വന്ന് അവിടെയെല്ലാം ടൂറിംഗ് ടോക്കീസിൻ്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് ചലച്ചിത്ര പ്രദർശനങ്ങൾ നടത്തി തലസ്ഥാന നഗരിയിലെത്തിയിട്ട് മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നും സ്മൃതിദീപ പ്രയാണം ആരംഭിക്കുകയും മലയാള സിനിമയിലെ അനശ്വര പ്രതിഭകൾക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ഇടനാഴിയായിട്ടുള്ള മാനവീയം വീഥിയിൽ ആ ദീപ ശിഖ ഈ 8 നാളുകളിൽ ഫെസ്റ്റിവലിൻ്റെ 8 നാളുകളിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. സിനിമ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു നിശ്ചല ചിത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ചലിക്കുന്ന ചില ചിത്രങ്ങളുടെ ആ ഒരു കൗതുക കാഴ്ചയിൽ നിന്നും ദീർഘമായ ചില സിനിമകളിലേക്കും നിശബ്ദ സിനിമകളിൽ നിന്ന് ശബ്ദ സിനിമയിലേക്കും ഇങ്ങനെ പരിണാമത്തിൻ്റെ ഒരുപാട് വഴികളിൽ പിന്നീടത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും 16mm 35mm 70mm പിന്നെ സിനിമാസ്കോപ്പും ഇങ്ങനെ സാങ്കേതികവിദ്യയുടെ ചിറകിലേറി സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സിനിമയല്ല ഭാവിയിലെ സിനിമ. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിർച്വൽ റിയാലിറ്റിയുടെ എക്സ്റ്റൻഡഡ് റിയാലിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളുടെയൊക്കെ ഇങ്ങനെ വലിയ സാങ്കേതികവിദ്യകളുടെ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാലത്ത് ഭാവിയിലെ സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മാറുകയാണ്. ഈ വർത്തമാനകാല സിനിമയുടെ ലോക സിനിമയുടെ മുഖം ഇന്ന് മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇത് നമ്മൾ ലോകത്തെ അടുത്തറിയുകയാണ്. ഇത്തരം മേളകളുടെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളെ അറിയാത്ത ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ ഉള്ള കുറേ മനുഷ്യരെ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ ജീവിത സംഘർഷങ്ങളെ ഒക്കെ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ, യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ വരുത്തിയ അവരുടെ ജീവിതത്തിലെ ആഘാതങ്ങളെ, ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളും തലങ്ങളും ഒക്കെ അനാവരണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സിനിമകൾ ഈ മേളയിൽ അവതരിപ്പിക്കപ്പെടുന്നു. 68 രാജ്യങ്ങൾ, അവിടെ നിന്ന് 177 സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. മലയാള സിനിമയുടെ ഒരു മലയാള സിനിമ ടുഡേ പാക്കേജുണ്ട്. ഈ സിനിമയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത് വർത്തമാനകാല മലയാള സിനിമയുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വർഷം ഈ മേള ലോകത്ത് സിനിമയിൽ വലിയ സംഭാവനകൾ നൽകി തങ്ങളെ തന്നെ അടയാളപ്പെടുത്തിയ വലിയ വനിതാ സംവിധായക പ്രതിഭകൾ, മറ്റ് മേഖലകളിൽ സാങ്കേതികമായി രംഗത്ത് ഉള്ള പ്രതിഭകൾ, അങ്ങനെ ലോക സിനിമയിൽ സംഭാവന നൽകിയിട്ടുള്ള വലിയ വലിയ വനിതാ പ്രതിഭകളെ നമ്മൾ ഈ വേദിയിൽ ഇവിടെ നമ്മൾ ഓർക്കുന്നു, ആദരിക്കുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടുന്ന നമ്മുടെ ആൻ ഹുയ്, ഹോങ്കോങ്ങിലെ പ്രശസ്തയായിട്ടുള്ള ഫിലിം മേക്കറാണ്, നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ജൂറി ചെയർപേഴ്സൺ അത് ആഗ്നസ് ഗോദാർഡ് എന്ന് പറയുന്ന പ്രശസ്ത ഫിലിം മേക്കറാണ്. അവർ സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്, ഒരു വനിത, ലോക സിനിമയിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ. അവരുടെ സാന്നിധ്യം ഈ വേദിയിലുണ്ട്. നമ്മൾ സമാപന വേദിയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരം നൽകുന്നത് പായൽ കപാഡിയ. ഈ വർഷത്തെ കാൻ ഫെസ്റ്റിവലിലടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പായൽ കപാഡിയെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീകളുടെ വലിയ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലായിട്ടത് മാറുകയാണ്. മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞ് ഇങ്ങനെ ജ്വലിച്ചു നിന്നിരുന്ന കുറേ നമ്മുടെ മലയാളത്തിലെ അഭിനേത്രികളെ നമ്മൾ ഇവിടെ 15-ാം തീയതി ഇതേ വേദിയിൽ നമ്മൾ അവരെ ആദരിക്കുകയാണ്. അതെല്ലാം ഈ സ്ത്രീ പ്രതിഭകളോടുള്ള വലിയ ആദരവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ മേള മാറുകയാണ്. സിനിമ എന്ന് പറയുന്നത് കലയും സാങ്കേതികവിദ്യയും സമന്വയിക്കുന്ന ഒന്നാണ്. സാങ്കേതികവിദ്യയുടെ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എത്രയൊക്കെ സാങ്കേതികവിദ്യകളുടെയൊക്കെ അതിപ്രസരമുണ്ടെങ്കിലും ഒടുവിൽ സിനിമ എത്തിച്ചേരുന്നത് മനുഷ്യനിലേക്കാണ്. മനുഷ്യ കേന്ദ്രീകൃതമാവുകയാണ് ഇന്നിപ്പോൾ സിനിമയുടെ ആ ഒരു ലോക സിനിമയുടെ മുഖം പരിശോധിച്ചാൽ. മനുഷ്യൻ്റെ ജീവിത സംഘർഷങ്ങളിൽ, അവൻ്റെ മനസ്സിൻ്റെ സങ്കീർണമായ ഭാവങ്ങളിലൊക്കെ ക്യാമറ തിരിയുന്ന സിനിമ എന്ന് പറയുന്നത് ചലച്ചിത്രകാരൻ അത് ക്യാമറയിലൂടെ എഴുതുന്ന ചില രചനകളാണ്. സാഹിത്യകാരൻ തൂലിക കൊണ്ട് എഴുതുന്ന പോലെ അത്തരം ഒരുപാട് രചനകൾ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും തീവ്രമായ വികാരം മനുഷ്യന് സമ്മാനിക്കുന്ന
ആ രീതിയിലേക്ക് സിനിമ മാറുന്നു. സിനിമയ്ക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ, ലോകത്തെ ഒന്നിപ്പിക്കാൻ അപാരമായ ശക്തിയുണ്ട് സിനിമയ്ക്ക്. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഭാവങ്ങൾ അത് ഏതു രാജ്യത്തായാലും ഒരുപോലെയാണ്. മനുഷ്യൻ്റെ പ്രണയമായാലും വിരഹമായാലും അവൻ്റെ പകയായാലും ദുഃഖമായാലും സന്തോഷമായാലും എല്ലാം, അവൻ്റെ നിരാശകളും സ്വപ്നങ്ങളും എല്ലാം ലോകത്തെവിടെയും എല്ലാ മനുഷ്യനും ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതു ഭാഷയിലും ഉണ്ടാകുന്ന ഒരു സിനിമ ആ ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ അതിരുകൾ കടന്ന് ലോകത്തെവിടെയുമുള്ള ഏതു മനുഷ്യനുമായും സംവദിക്കാൻ ശക്തമാകുന്നത്. അതിന് കാരണം സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. ഞാൻ പറയുന്നത് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല. സിനിമ സ്വയം മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ ഓരോ രാജ്യത്തെയും സംസ്കാരവും ഭാഷയും എല്ലാം അതിൽ അടയാളപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ദൃശ്യങ്ങളിലൂടെ, ശ്രാവ്യ അംശങ്ങളിലൂടെ സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷ അത് വികാരങ്ങളുടെ ഭാഷയാണ്. അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. അതിനെല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ വല്ലാതെ കവരാൻ, ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്താൻ, അവൻ്റെ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ വല്ലാതെ രൂപപ്പെടുത്താൻ, ഒരു പുതിയ നവോത്ഥാനത്തിലേക്കൊക്കെ മനുഷ്യനെ നയിക്കാൻ ശക്തിയുണ്ട് സിനിമയ്ക്ക്. ഈ മേള ആ അർത്ഥത്തിൽ മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ, കൂടുതൽ കാരുണ്യമുള്ള മനുഷ്യരാക്കാൻ സഹായിക്കുന്നൊരു മേളയാണ്. ഈ മേളയുടെ ഈ വേളയിൽ എല്ലാ ഈ വ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവ്വം ഞാൻ ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം നടന്നുപോയ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ എത്രയോ മനുഷ്യർ, ഔദ്യോഗിക കണക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന എത്രയോ മനുഷ്യർ, ആ മനുഷ്യരെയൊക്കെ ഓർക്കുന്നു. ആ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. എന്നിട്ടും ഇത്രയും വലിയൊരു മഹാദുരന്തമുണ്ടായിട്ടും, ഒരു വലിയ ദുരന്തമുണ്ടായിട്ടും നമുക്ക് അർഹിക്കുന്ന ആ സഹായം നൽകാതെ അത് നിഷേധിച്ചവർക്കെതിരെയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയുള്ള ഒരു കേരളീയൻ മലയാളി എന്ന നിലയിൽ, അതിലൊക്കെ ഉപരി ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിലുള്ള എൻ്റെ ശക്തമായ പ്രതിഷേധം കൂടി ആ നീതി നിഷേധിച്ചവർക്കെതിരെ അതും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മേളയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും തീവ്രമായ സിനിമ അനുഭവം നൽകുന്ന, ഏറ്റവും ഒരു നല്ല അവിസ്മരണീയമായ ഓർമ്മയായി നിങ്ങളുടെ മനസ്സുകളിൽ എന്നും അവശേഷിക്കുന്ന ഒരു മേളയായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.